എല്ലാവർക്കും നമസ്കാരം. ഗൂഗിൾ ക്ലാസ് റൂം എന്ന ഒരു ലേണിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം നമ്മൾ സാധാരണ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തന്നെ ഒരു ക്ലാസ്സിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ പഠിക്കാനും ടെസ്റ്റ് അപ്പിയർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ക്ലാസ് റൂം. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം എന്നുള്ളത് നമുക്ക് ഒന്ന് കാണാം. ഇപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ ക്ലാസ് റൂം എന്ന് വന്നിട്ടുണ്ട്. ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ ഒരു ആപ്പിൻ്റെ ഒരു ഐക്കൺ ഇവിടെ കാണിക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ഫ്രണ്ട്ലി ആയിരിക്കുക. ഇനി ടീച്ചേഴ്സാണ് എങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതിന് എപ്പോഴും സഹായിക്കുക ഗൂഗിൾ ക്ലാസ് റൂം ബ്രൗസറിൽ പോയിട്ട് ചെയ്യുമ്പോഴാണ്. കാരണം ആപ്പിൽ പല ഫങ്ഷൻസും വർക്ക് ചെയ്തോളണമെന്നില്ല, പ്രത്യേകിച്ച് ഗ്രേഡിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കൊരു ഗൂഗിൾ അക്കൗണ്ട് വേണം. ഞാൻ എൻ്റെ ഓൾറെഡി അക്കൗണ്ട് വെച്ച് ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണിത് ഞാനത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ക്ലാസ് റൂമിലേക്ക് പോയത്. പിന്നെ നിങ്ങൾക്കൊരു ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു പ്ലസ് സിമ്പൽ കാണാം. ആ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ ക്ലാസ് എന്ന് വരും. അപ്പോൾ ഓരോ ക്ലാസ്സിനും ഒരു ക്ലാസ് കോഡ് ഉണ്ടാവും. നിങ്ങളുടെ ടീച്ചർ നിങ്ങൾക്ക് ആ ക്ലാസ് കോഡ് തരും, ഷെയർ ചെയ്ത് തരും. അപ്പോൾ ആ ജോയിൻ ക്ലാസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇങ്ങനെ സ്പേസ് വരും. അപ്പോൾ ക്ലാസ് കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക, ജോയിൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതോടുകൂടി തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആ ക്ലാസ്സിൽ ജോയിനായി. ഇനിയിപ്പോൾ ഒരു ക്ലാസ്സിൻ്റെ ഉള്ളിലേക്ക് പോയാൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? ഇപ്പോൾ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക. സ്ട്രീം എന്ന് പറയുന്ന ഒരു സംഗതി കാണാൻ പറ്റും. ക്ലാസ് വർക്ക് ഉണ്ട്, പീപ്പിൾ എന്നുണ്ട്. അപ്പോൾ ഇവിടെ സൈഡിൽ ഇതിൻ്റെ സൈഡിലായിട്ട് എന്തെങ്കിലും അനൗൺസ്മെൻറ്റ്സ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ടീച്ചർ ഷെയർ ചെയ്തിട്ടുള്ളത്, എന്തെങ്കിലും ടെസ്റ്റ് വന്നിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ പറ്റും. അപ്പോൾ ഈ സ്ട്രീം എന്നുള്ള പറയുന്ന പേജിൽ ടീച്ചർ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറ്റും. ക്ലാസ് വർക്ക് എന്നുള്ള പേജിൽ ക്ലാസ് വർക്കുകളാണ് ഉണ്ടാവുക. ക്വിസ് ഉണ്ടാവും, അസൈൻമെൻറ്റ് ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ടീച്ചേഴ്സ് തരുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ ആൻസർ ചെയ്യാം. അതിൻ്റെ ടോട്ടൽ സ്കോർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള പീപ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ ക്ലാസ്സിൽ എത്ര ആൾക്കാരുണ്ടോ ആ ആൾക്കാരുടെ ലിസ്റ്റ് കാണിക്കുന്ന ഒന്നാണ് ആ ഒരു പീപ്പിൾ എന്ന് പറയുന്ന പേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ.